സാനിറ്ററി വേസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി ഇപ്പോ പുതിയ കരാറിൽ നഗരസഭ ഏർപ്പെട്ടിട്ടുണ്ട്. രണ്ട് ഏജൻസികളാണ് എടുക്കുന്നത്. ഒന്ന് മാധ്യമപ്രവർത്തകർ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആക്രി ആപ്പ് വഴി നമ്മൾ കളക്ഷൻ 49 രൂപ എന്ന നിരക്കിലാണ് കിലോയ്ക്ക് എടുക്കുന്നത്. അത് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, നേരത്തെ വാർത്തയിലൊക്കെ വന്ന കാര്യം തന്നെയാണ്, ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഉടനെ എടുക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഏതാണ്ട് ഒരു 2 മാസം കൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. 2 മാസം കൊണ്ടാണ്. ശരിക്കും ജൈവ മാലിന്യങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രഖ്യാപന നയമല്ല. നമ്മൾ നഗരസഭയിൽ ഫോളോ ചെയ്യുന്നത് ഉറവിടത്തിൽ മാലിന്യം സംസ്കരിക്കുക എന്നുള്ളതാണ്. കിച്ചൺ ബിന്നുകളും അത്തരം രീതികൾ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുക എന്ന നയമാണ് നഗരസഭ ഇപ്പോൾ നടത്തി വരുന്നത്. അതിന് പുറമെ ശേഖരിക്കുന്ന ഈ മാലിന്യങ്ങൾ, ഈ ജൈവ മാലിന്യങ്ങൾ നമുക്ക് കമ്മ്യൂണിറ്റി ലെവൽ കമ്പോസ്റ്റ് ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ പെരുമാറ്റച്ചട്ടത്തിൽ കുറച്ചു കാലം കുടുങ്ങിപ്പോയി. അതിന്റെ ഒരു കാലതാമസം വന്നു. ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി ആവശ്യമായി വന്നിരുന്നു. ഓർഡർ ചെയ്തിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ അത് കിട്ടുമെന്നാണ്. സക്ഷൻ കം ജെറ്റിംഗ് മെഷീനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരു RDF പ്ലാന്റ് എന്ന് ഉറപ്പുവരുത്താൻ ഉള്ള നടപടികൾ സ്വീകരിക്കും. കാരണം അപ്പോഴേ ഈ റോഡ് സൈഡിലും മറ്റും വന്നുകൂടുന്ന തരംതിരിക്കാൻ പറ്റാത്ത മാലിന്യം നമുക്ക് സംസ്കരിക്കാൻ പറ്റും. പിന്നെ STP FSTP മാർച്ച് 30 മുമ്പ്, അടുത്ത മാർച്ച് 30 മുമ്പ് ഒരു ജില്ലയിൽ ഒന്നെങ്കിലും ഉറപ്പുവരുത്തും. ഇപ്പോ 9 ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഇതൊന്നും ഒരു STP FSTP ഇല്ലാത്തടത്ത് ഇപ്പൊ നമുക്ക് നിരവധി എണ്ണം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മൊബൈൽ STPയുടെ ഇപ്പൊ ഒരു പ്രശ്നം ലാൻഡാണ്. ലാൻഡ് കിട്ടലാണ് STP ഒക്കെ ആരംഭിക്കുന്നതിന്. പലയിടത്തും എതിർപ്പ് വരുന്നു. അപ്പൊ മൊബൈൽ STP ഇപ്പൊ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് വ്യാപിപ്പിക്കാൻ വ്യാപാരികളുമൊക്കെ ഇട്ട് ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ മൊബൈൽ STPകൾ ആരംഭിക്കും എന്നത്. ഇതില് പലപ്പോഴും STP ആവട്ടെ FSTP ആവട്ടെ എന്തിന് MCF പോലും വരുമ്പോൾ പ്രാദേശികമായിട്ടുള്ള എതിർപ്പുണ്ടാവുകയാണ്. അവിടെയും രാഷ്ട്രീയ ലാഭം മുൻനിർത്തിയിട്ട് ഈ എതിർപ്പിന്റെ പിന്നിൽ കൂടുകയും ആളുകളെ എതിർപ്പിന് വേണ്ടി തള്ളിവിടുകയൊക്കെ ചെയ്യുന്ന പ്രവണതയുണ്ട്. അവർ തന്നെയാണ് ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ പിന്നീട് വലിയ എന്താ പറയാ ഇതിന്റെ വക്താക്കളായിട്ട് വരികയും സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വിമർശനങ്ങളുമായിട്ട് വരികയും ചെയ്യുന്നത്. ഈ ഇരട്ടത്താപ്പും കാപട്യവും അതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് ഫീസ് കൊടുക്കരുതെന്ന് പ്രചരിപ്പിക്കുക. നിരവധി യൂട്യൂബിൽ പോയാൽ അത്തരം വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. ഹരിതകർമ്മസേന പിടിച്ചുപറിക്കാരാണ് എന്ന് പ്രചരിപ്പിക്കുക, അവരെ അധിക്ഷേപിക്കുക. ഈ ചെയ്യുന്ന ആളുകൾ എന്നിട്ട് ഫേസ്ബുക്കിലോ സാമൂഹിക മാധ്യമങ്ങളിലോ കയറിയിട്ട് നിങ്ങൾ ദുബായിലെ റോഡുകൾ കണ്ടിട്ടുണ്ടോ, സിംഗപ്പൂരിൽ പോയിട്ടുണ്ടോ, എന്തൊരു വൃത്തിയാണ് എന്ന് ചോദിക്കുന്ന ഒരു ഹിപ്പോക്രസി ഉണ്ട്. അപ്പൊ അതിനെയെല്ലാം നേരിടണമെങ്കിൽ സർക്കാരോ തദ്ദേശ സ്ഥാപനമോ മാത്രം വിചാരിച്ച പോരാ. മാധ്യമങ്ങൾക്കൊരു വലിയ പോസിറ്റീവായിട്ടുള്ള റോള് വഹിക്കാനുള്ള ഒരു ഇടമാണിത് എന്ന് ആവർത്തിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. മഴക്കാലപൂർവ്വ ശുചീകരണത്തെ പറ്റി പറഞ്ഞപ്പോ ഒരു വരി വാർത്ത വന്നില്ല അന്ന്. അതിന് മറ്റേ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണം, ജനപ്രതിനിധികളുടെ സഹകരണം ഒക്കെ ഇന്ന ദിവസങ്ങളിൽ നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. ഞാൻ അധികം രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് പോവാതിരുന്നതാണ്. രാഷ്ട്രീയവൽക്കരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. സർക്കാർ ഇതിനെ ഒരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമാക്കിയിട്ട് തരം താഴ്ത്താനല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കൈവരിക്കേണ്ട ഒരു ലക്ഷ്യം എന്ന നിലയിലാണ് സർക്കാർ കാണുന്നത്. ആ ശ്രമങ്ങൾ കഴിഞ്ഞ 1 വർഷമായിട്ട് നടത്തിയിട്ടുണ്ട്. നടത്തിയ ശ്രമങ്ങളിൽ നല്ല മാറ്റമുണ്ടായിട്ടുണ്ട്. എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ മാറ്റവും നേട്ടവും നമുക്ക് കൈവരിക്കാൻ കഴിയുമായിരുന്നു. ഇനി അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവും. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മുഖം നോക്കാത്ത നടപടി ഉണ്ടാവും. അപ്പൊ അതില് ഒരു തരത്തിലും ആ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സമീപനം, ഈ എതിർക്കുന്നവരെ പിന്തുണയ്ക്കുന്ന സമീപനം ഉണ്ടാവരുതെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ബാക്കി രാഷ്ട്രീയ തർക്കങ്ങൾക്കൊക്കെ മറ്റവസരങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങൾ, റെയിൽവേയുടെ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നത് ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ശ്രമം ഉണ്ടായപ്പോഴാണ്. അന്യായമായിട്ടുള്ള നിലയിൽ സർക്കാരിനെ ആക്രമിക്കാൻ വന്നാൽ അത് വ്യക്തമാക്കേണ്ടി വരും വസ്തുതകൾ. അത് ഏറ്റവും മിതമായ ഭാഷയിൽ വ്യക്തമാക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ.
റെയിൽവേയോടും എടുക്കുന്ന സമീപനം അവരുടെ സഹകരണം തേടുക എന്നുള്ളത് തന്നെയാണ്. അതുണ്ടായിട്ടില്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന കടുത്ത നടപടികളിലേക്ക് പോകും. ആവശ്യമായിട്ട് വന്നാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഇൻവോക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും. ശരി.